നമസ്കാരം. പുതിയ വീഡിയോയുമായി ലിസി തോട്ടപ്പള്ളിൽ വീണ്ടും. AD 52 സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയെങ്കിലും പിന്നീട് സഞ്ചരിച്ചത് തെക്കോട്ടാണ്. 7 പള്ളികളുടെ സ്ഥാനം അതാണ് കാണിക്കുന്നത്. പാലിയൂർ പള്ളി മാത്രമാണ് കൊടുങ്ങല്ലൂരിന് അല്പമെങ്കിലും വടക്കായി കാണുന്നത്. ഡോക്ടർ ബെൻഹർ തറപ്പിച്ച് പറയുന്നു, സെൻറ് തോമസ് വയനാട്ടിൽ, അതായത് സുൽത്താൻ ബത്തേരിയിൽ എത്തിയിട്ടുണ്ടെന്ന്. അതിലൊരു തെളിവ് പാതിരി ചേർത്തുള്ള സ്ഥലനാമങ്ങളാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. സെൻറ് തോമസ് ബത്തേരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ജൂത കോളനി ഉണ്ടായിരുന്നിരിക്കണം. വെറുതെ പറയുന്നതല്ല, തെളിവുണ്ട്. വാ, കാണിച്ചു തരാം. ഇത് ജൂതന്മാരെ അടക്കിയിരുന്ന ഒരു കല്ലറയാണ്. ഈ കല്ലറയിൽ ഈ ഭാഗത്താണ് ആളെ അടക്കിയിരുന്നത്. അതിനുശേഷം ഈ കരിങ്കൽ പാളി വെച്ച് ഇത് മൂടും. ഇതെന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴി? ഇത് തമ്മിൽ ഈ വേർതിരിക്കുന്ന ഈ ഓട്ടയുടെ കാര്യം എന്നാ? അതെന്തിനാ ഓട്ട? എന്താണെന്ന് വെച്ചാൽ ഈ ജൂതന്മാരുടെ ശവസംസ്കാരത്തിന് ശേഷം 3 ദിവസം തൈലലേപനം ചെയ്യും. നമ്മൾ ബൈബിളിൽ കണ്ടിട്ടുണ്ട്, ഈശോ മരിച്ചിട്ടൊക്കെ തൈലം പൂശാൻ പോയതായിട്ട്. അത് തന്നെ, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഓട്ട കാണുന്നുണ്ട്. ഈ ഓട്ട എന്തിനാന്ന് വെച്ചാൽ ഇത് തൈലം പൂശാൻ. നമ്മൾ ബൈബിളിൽ കണ്ടിട്ടുണ്ടല്ലോ, ഈശോ മരിച്ച് 3 ദിവസം തൈലം പൂശിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തൈലം പൂശാൻ വേണ്ടി ഒരാൾക്ക് കടക്കാനുള്ളതാണ് ഈ കാണുന്ന ഈ ദ്വാരം. ഇതിൻ്റെ മൂടുന്ന ഒരു പീസുകളാണ് ഇപ്പുറത്ത് കാണുന്നത്. ഈ പീസാണ് ഇത് അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെ കടന്നു വന്നിട്ടാണ് ചെയ്തുകൊണ്ട് തൈലം പൂശുന്നത്. അപ്പോൾ ഒരാൾ ഇതിലെ കടന്നു പോകുന്ന സാറ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കിടക്കാമല്ലോ. ഞാൻ കിടക്കുവോ? ഓ, സാറേ കിടക്കാൻ പറ്റുമോ? കുറച്ച് മണ്ണാകുന്നുള്ളൂ. അപ്പോൾ അത് വൻ വിജയമാണ്. ഇതിലെ കടന്നു പോകുന്ന ഉറപ്പായിട്ടുണ്ട്. ഈ കല്ലറകൾ, ഈ പറമ്പിലുള്ള ഈ കല്ലറകൾ സാർ ഈ സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി, കാപ്പി കൃഷി ചെയ്യാൻ വേണ്ടി നിലം ഒരുക്കിയപ്പോഴാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നീട് സാറിൻ്റെ അന്വേഷണത്തിലാണ് സാറിന് മനസ്സിലായത്, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കല്ലറകളെല്ലാം തന്നെ പരിശോധിക്കുകയും ഇതിനകത്തൊരു ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തെന്ന്. അതിനുശേഷം സാർ ഇത് കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രാവശ്യം ഈ കല്ലറ തുറക്കുകയും ഈ മണ്ണൊക്കെ മാറ്റി ഇതിനകത്തുനിന്ന് ആയുധങ്ങളൊക്കെ ലഭിച്ചതായിട്ട് സാറ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇവിടെ പരിവേഷണം നടത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പൊളിച്ചു കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ ഇവിടെ കാണാമായിരിക്കും. അവരിതിനകത്തുനിന്ന് വല്ല രത്നങ്ങളോ സ്വർണ്ണങ്ങളോ നോക്കിയിട്ടുണ്ടാവും. ഉണ്ടാവും. അതെ അതെ.
ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ അന്ന് അങ്ങനത്തെ ഒരു പാരമ്പര്യം കൂടെ ഉണ്ടല്ലോ അല്ലേ? ശവം അടക്കുന്നതോടൊപ്പം ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ ആ സൂക്ഷിച്ചിട്ടുണ്ട്. രത്നങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് മോഷ്ടിക്കാനും വരെ ആവാം ചിലപ്പോൾ അതിലാണ് അവർ നോക്കിയത്. ആ, കാരണം എന്ന് വെച്ചാൽ 200ഓളം കല്ലറകൾ ഇത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിലപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാറി 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 നോക്കിയത്. ഒന്ന് രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നുള്ളത് നോക്കൂല്ലോ. സാറിനെ ഈ കൃഷി സ്ഥലം നിലമൊരുക്കിയപ്പോഴേ ഇത് ജൂതന്റെ ആണ് എന്ന് തോന്നാനുള്ള കാരണം എന്താ? ആദ്യമായിട്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരാൻ കാരണം അത് കല്ലറകളുടെ കിഴക്ക് പടിഞ്ഞാറുള്ള ദിശയാണെന്നുള്ളതാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയാണ്. കാരണം കിഴക്ക് പടിഞ്ഞാറ് ശവം അടക്കം ചെയ്യുന്നതായിട്ടുള്ള ലോകത്തിലെ 2 ജനങ്ങളാണ്. ഒന്ന് ജൂതൻ, 2 ക്രിസ്ത്യാനി. അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി അല്ലെന്ന് ഉറപ്പിച്ചേ? ക്രിസ്ത്യാനി അല്ല എന്നുള്ളത് BC എന്നുള്ളതാണ്. അതായത് ഈ കല്ലറകൾ BC-യിലേതാണെന്നുള്ളത് ചരിത്രത്തിലുണ്ട്. അതെനിക്കറിയാം. ക്രിസ്തുവിന് മുന്നേ ഉള്ളതാണെന്ന് മനസ്സിലായി. ആണെന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് പിന്നെ ക്രിസ്ത്യാനിയുടെ അല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ ജൂതനേ ഉള്ളൂ. അപ്പൊ പിന്നെ ജൂതന്റെ ഉള്ളൂ ഈ ദിശയില് അടക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റ്. അതെ, നമ്മൾ കല്ലറയ്ക്ക് അകത്താണ് നിൽക്കുന്നത്. കല്ലറ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള വ്യക്തമാക്കുന്നതാണ്. സിമ്പിൾ ലോജിക്ക്. 1, ഈ കല്ലറകൾ യേശുവിന് മുമ്പുള്ള കാലത്തേതാണ്. 2, ഈ കല്ലറകൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. അപ്പോൾ ഇത് ജൂതന്മാരുടേതല്ലാതെ മറ്റാരുടേതുമല്ല. അങ്ങനെയെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ യേശുവിന് മുമ്പ് ഒരു ജൂത കോളനി ഉണ്ടായിരുന്നിരിക്കണം. അവരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വന്ന ആ വലിയ പാതിരി ആരായിരുന്നിരിക്കണം? ശരിയാണ്,